ഫ്രണ്ട്സ്, എല്ലാവർക്കും വൈഷൂസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ജെൻഡർ ഹിസ്റ്ററി ഉമാ ചക്രവർത്തി ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ജെൻഡർ ഹിസ്റ്ററി എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ജെൻഡർ ഹിസ്റ്ററി, ലിംഗ പ്രത്യയശാസ്ത്രപരമായ ചരിത്ര രചന. അപ്പോൾ ചരിത്രത്തിൽ ഈ ജെൻഡർ ഹിസ്റ്ററിയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ജെൻഡർ ഹിസ്റ്ററി എന്ന് അറിയണ്ടേ? ജെൻഡർ ഹിസ്റ്ററി ഈസ് എ സബ് ഫീൽഡ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ജെൻഡർ സ്റ്റഡീസ് which looks at the past from a perspective of gender. It is in many ways an outgrowth of woman history. അപ്പോൾ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ജെൻഡർ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ് ഫീൽഡാണ് ഹിസ്റ്ററിയിലുള്ളത്. അപ്പോൾ അത് തരുന്ന പേഴ്സ്പെക്റ്റീവ്സ്, ജെൻഡർ എന്ന് പറയുന്ന ആ ഒരു പേഴ്സ്പെക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ജെൻഡർ ഹിസ്റ്ററിയിലൂടെ നമ്മൾ നോക്കുന്നത്. ഇത് ഇവിടെ ചക്രവർത്തിയുടെ വീക്ഷണകോണിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ജെൻഡർ ഹിസ്റ്ററി എന്ന് പറയുന്ന ഗേഡ ലേണറിൻ്റെ ഒന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതേപോലെയുള്ള ഒരു വ്യത്യസ്തമായ മറ്റൊരു വീക്ഷണകോണാണ് ഉമാ ചക്രവർത്തിയുടേത്. ഉമാ ചക്രവർത്തി ഈസ് ആൻ ഇന്ത്യൻ ഹിസ്റ്റോറിയൻ ആൻഡ് എ ഫെമിനിസ്റ്റ് റൈറ്റർ. ഷീ ഹാസ് റിട്ടൺ extensively on Indian history with issues regarding gender, caste and class. Her body of work mostly focused on the history of Buddhism and that of ancient and 19th century. Uma Chakravarti is an Indian historian and a feminist writer. He was written extensively on Indian history. അതായത് വിപുലമായിട്ട് ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് എഴുതിയ വ്യക്തിയാണ്. ഇഷ്യൂസ് റിഗാർഡിങ് ജെൻഡർ, കാസ്റ്റ് ആൻഡ് ക്ലാസ്. ജെൻഡർ, കാസ്റ്റ്, ക്ലാസ് ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഹെർ ബോഡി ഓഫ് വർക്ക് മോസ്റ്റ്ലി ഫോക്കസ്ഡ് ഓൺ ദ ഹിസ്റ്ററി ഓഫ് ബുദ്ധിസം. അതെ, അവരുടെ വർക്ക് എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് ഔട്ട്ലുക്കോട് കൂടിയതാണ്. ആൻഡ് ദാറ്റ് ഓഫ് ആൻഷ്യൻ്റ് ആൻഡ് 19th സെഞ്ച്വറി ഇന്ത്യ, അതായത് പ്രാചീന, അതായത് 19th സെഞ്ച്വറി കാലഘട്ടത്തിലുള്ള ഇന്ത്യ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചക്രവർത്തിയുടെ കൺസെപ്റ്റ്. അപ്പോൾ ഷീ ഹാസ് ബീൻ Uma Chakravarti has been called the founding mother of women's movement in India എന്നാണ് പറയുക. അപ്പോൾ ഉമാ ചക്രവർത്തി is an Indian historian and feminist writer. Chakravarti observed that women have remained the silent voice of history. According her, the European as well as the Indian scholars, the 19th and the early 20th century started writing on the status of women in early India to recreate a favorable images of past, which started writing on the status of women in case of the former portray the early romanticism and with the Indian culture and nurtured the Orientalist discourse, and with regard to the later reflect their nationalist pride and new agenda for reform. അപ്പോൾ ഉമാ ചക്രവർത്തി ഒബ്സർവ്ഡ് ദാറ്റ് വുമൻ ഹാവ് റിമെയിൻഡ് ദ സൈലൻറ്റ് വോയിസ് ഓഫ് ഹിസ്റ്ററി. അല്ലേ, ചരിത്രത്തിലെ നിശബ്ദമായ ഒരു ഇടമായിരുന്നു ആർക്ക് ഉണ്ടായിരുന്നത്? സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ യൂറോപ്യൻ ആസ് വെൽ ആസ് ദ ഇന്ത്യൻ സ്കോളേഴ്സ് ഇൻ 19th and early 20th century started writing on the status of women in early India to recreate favorable images of the past. അതായത് ഈ ഒരു റീക്രിയേറ്റ് ഈ ഒരു കാലഘട്ടത്തിലാണ് ഉണ്ടായത്. സ്ത്രീകളെക്കുറിച്ച് എഴുതുന്ന ഒരു റിക്രിയേഷൻ ഈ ഒരു കാലഘട്ടത്തിലാണ് ഉണ്ടായത്. ഇൻ കേസ് ഓഫ് ദ ഫോർമർ പോർട്രേ ദ ഏർലി റൊമാൻറ്റിസിസം. പോർട്രേ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്രീകരിക്കുക. ദ ഏർലി റൊമാൻറ്റിസിസം വിത്ത് ഇന്ത്യൻ കൾച്ചർ. എന്താ റൊമാൻറ്റിസിസം? റൊമാൻറ്റിസിസം ഈസ് ആൻ ആർട്ടിസ്റ്റിക് ആൻഡ് ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ് ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ യൂറോപ്പ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ 18th century. ദാറ്റ് ഈസ് റൊമാൻറ്റിസിസം. അപ്പോൾ കാൽപ്പനിക പ്രസ്ഥാനം എന്നൊക്കെ പറയാം. നമുക്ക് ഈ റൊമാൻറ്റിസിസത്തെ കാൽപ്പനിക പ്രസ്ഥാനം എന്നൊക്കെ പറയാം. അപ്പോൾ കാൽപ്പനിക പ്രസ്ഥാനമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് ചിത്രീകരിക്കുകയും ഇന്ത്യൻ സംസ്കാരത്തെ വളർത്തുന്ന ഒരു സമീപനമായിട്ട് മാറുകയൊക്കെ ചെയ്തു. അപ്പോൾ പൗരസ്ത്യവാദികൾ, ഓറിയൻ്റലിസ്റ്റുകൾ ഇതിന് ഉപോത്പലകമായിട്ട് മാറി. വിത്ത് റിഗാർഡ് ടു ദ ലേറ്റർ റിഫ്ലക്റ്റ് ദർ നാഷണലിസ്റ്റ് പ്രൈഡ്. ദേശീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ദേശീയതയോടുള്ള സ്ത്രീകളുടെ അഭിവാഞ്ജിയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ന്യൂ അജണ്ട ഫോർ റിഫോം, കൂടുതൽ പരിഷ്കാരങ്ങൾ വരുത്തുന്ന കുറേ അജണ്ടകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി. ഉമാ ചക്രവർത്തി took a critical social history approach. In her approach, we find that the social connection between the status of women and their participation and control over the productive force in the ancient Indian society were considered the chief
matter for investigation and is the best alternative to the symbolically oriented interdisciplinary studies with their inherent gender bias. ഉമാ ചക്രവർത്തി took a critical social history approach. അതായത് വിമർശനാത്മകമായ ഒരു ചരിത്ര സമീപനമായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. In her approach we find that the social connection between the status of women, അതായത് വിമൻസിൻ്റെ എന്താണ് സാമൂഹികപരമായിട്ടുള്ള ഒരു ഇടപെടലുകൾ, അതോടൊപ്പം തന്നെ ആൻഡ് their participation and control over the productive forces in ancient Indian society were considered the chief matter for investigation. ഇൻവെസ്റ്റിഗേഷൻ്റെ ചീഫ് മാറ്റർ എന്നൊക്കെ പറയുന്നത് സ്ത്രീകളുടെ സാമൂഹികമായ ഇടപെടലുകളെ കുറിച്ചും അവരുടെ സ്റ്റാറ്റസിനെ കുറിച്ചും അതോടൊപ്പം തന്നെ അവരുടെ പാർട്ടിസിപ്പേഷൻ, അതേപോലെ തന്നെ പ്രൊഡക്റ്റീവ് ഫോഴ്സസിലുള്ള അവരുടെ കൺട്രോളിങ് റോൾ, അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ആൻഡ് ഇസ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ടു ദ സിംബോളിക്കലി ഓറിയൻറ്റഡ് ഇൻ്റർഡിസിപ്ലിനറി സ്റ്റഡീസ്. അതായത് ഇൻ്റർഡിസിപ്ലിനറി സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് പഠന മേഖലകൾ ചേർന്ന ഒരു പഠനശാഖ. അപ്പോൾ ഇൻ്റർഡിസിപ്ലിനറി സ്റ്റഡീസ് ആയിട്ട് എന്താ പറയുക, ഈ വിമൻസ് ഹിസ്റ്ററി ഒരു സിംബോളിക്കലി ഓറിയൻറ്റഡ് ഇൻ്റർഡിസിപ്ലിനറി സ്റ്റഡീസ് ആയിട്ട് ഉയർന്നു വന്നു. വിത്ത് ദെയർ ഇൻഹെറിൻ്റ് ജെൻഡർ ബയാസ്, അതായത് പരമ്പരാഗതമായിട്ട് കുറേ ലിംഗപ്രത്യയ ശാസ്ത്രങ്ങൾ, തടസ്സങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അന്വേഷണ ത്വര അല്ലെങ്കിൽ സ്ത്രീകളെക്കുറിച്ച് കൂടുതലായിട്ടൊക്കെ അറിയാനുള്ള ഒരു ക്രിട്ടിക്കൽ സോഷ്യൽ ഹിസ്റ്ററി അപ്രോച്ചാണ് ആര് നടത്തുന്നത്, ഉമാ ചക്രവർത്തി നടത്തുന്നത്. She suggested that women's history could be reconstructed by evaluating their participation in social reproduction, especially in the domestic sphere. In most of the modern capitalist system, the woman's domestic labor remains unseen as it is entirely free beyond the wage earning. But these perspectives could also be found in ancient societies. സർവീസ് വാസ് ഐഡിയലൈസ്ഡ് ആസ് എ ഡ്യൂട്ടി ഇൻ ആൻഷ്യൻറ്റ് ഇന്ത്യ. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഷീ സജസ്റ്റഡ് ദാറ്റ് വുമൻസ് ഹിസ്റ്ററി കുഡ് ബി റീകൺസ്ട്രക്റ്റഡ് ബൈ ഇവാലുവേറ്റിംഗ് ദെയർ പാർട്ടിസിപ്പേഷൻ ഇൻ സോഷ്യൽ റീപ്രൊഡക്ഷൻ, സാമൂഹികപരമായ ഉൽപാദന വ്യവസ്ഥകൾ, അത് എസ്പെഷ്യലി ഇൻ ദ ഡൊമസ്റ്റിക് സ്ഫിയർ. ഡൊമസ്റ്റിക് സ്ഫിയർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, റിലേറ്റിംഗ് ടു ദ running of home or the family relation, that is domestic sphere. അപ്പോൾ in most of the modern capitalist system, ഈ ആധുനിക രീതിയിലുള്ള ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്ത സമ്പ്രദായ വ്യവസ്ഥിതിയിലൊക്കെ സ്ത്രീകളുടെ റോൾ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ലേബർ റിമെയിൻസ് അൺസീൻ ആസ് ഇറ്റ് ഈസ് എൻറ്റയർലി ഫ്രീ ബിയോണ്ട് വേജ് ഏണിങ്. അതായത് ഈ വേജ് ഏണിങ് എന്നതിന് അപ്പുറമായിട്ട്, ഇപ്പോൾ മുതലാളിത്ത സമ്പ്രദായത്തിൽ വേജ് ഏണിങ്ങിനാണല്ലേ പ്രാധാന്യം, പക്ഷേ സ്ത്രീകളുടെ റോൾ എന്ന് പറയുന്നത് വേജ് ഏണിങ്ങും ഉണ്ട്, അതോടൊപ്പം തന്നെ എന്താണ്, അവർക്ക് ഡൊമസ്റ്റിക് ലേബറും കൂടെ അവരുടെ അവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതൊന്നും എന്താ പറയുക, അത് കാണുന്നുണ്ടോ ഡയറക്റ്റായിട്ട്. ഇപ്പോൾ പാർട്ടീഷനായിട്ട് പറയുകയല്ല, ജോലിക്ക് പോകുന്ന ആളുകളെ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കുട്ടികളെ നോക്കുകയും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ കുറച്ചും കൂടെ സ്ത്രീകളുടെ ഉത്തരവാദിത്വം എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്ത് രണ്ടുപേരും ഒരുമിച്ച് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് എല്ലാം വീട്ടിൽ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ പുറത്തു പോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ പോകാനാണെങ്കിലും സ്ത്രീകൾക്ക് വീട്ടിൽ കൂടുതലായിട്ടും സ്ത്രീകൾ ആണ് അടുക്കള ഭരണം എന്നൊക്കെ ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നില്ലേ കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അണുകുടുംബങ്ങളായതുകൊണ്ട് ഭാര്യയും ഭർത്താവിനും തുല്യ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത്. പക്ഷേ ഇത് ഈസാണ്. അപ്പോൾ ഡൊമസ്റ്റിക് ലേബറും സ്ത്രീകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എന്താണ് എന്താ പറയുക, അവരല്ലാതെ തന്നെ അവരുടെ ജോലികളും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പെർസ്പെക്റ്റീവ്സ് നമുക്ക് ഓൾസോ കുഡ് ബി ഫൗണ്ട് in ancient societies, and thus we find that the woman's contribution in domestic service was idealized as a duty in ancient India. ആൻഷ്യൻ്റ് ഇന്ത്യയിൽ സ്ത്രീകളുടെ ഈ ഡൊമസ്റ്റിക് സർവീസ് എന്ന് പറയുന്നത് എന്താണ്, ആദർശവൽക്കരിക്കപ്പെട്ടതാണ്, ഐഡിയലൈസ്ഡ് ആസ് എ ഡ്യൂട്ടി ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യ. അപ്പോൾ സ്ത്രീകളെ സാധാരണ എന്താ പറയുക, കുടുംബിനി എന്ന് പറയുന്നുണ്ട് അല്ലേ. അതെന്താ, കുടുംബത്തിൻ്റെ മുഴുവനും ഉത്തരവാദിത്തങ്ങളും ആ സ്ത്രീകൾക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൽ വേർഷൻ ഉണ്ടാവുമല്ലോ, കുടുംബനാഥൻ. പക്ഷേ ആ കുടുംബനാഥൻ എന്ന് പറയുന്ന അർത്ഥവും കുടുംബിനി എന്ന് പറയുന്ന അർത്ഥവും കുറച്ച് ഡിഫറെൻ്റ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ
പണ്ടത്തെ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ പുരുഷന്മാർ പണ്ട് തൊഴിൽ തേടി പുറത്തു പോകുമ്പോൾ ഗൃഹഭരണവും ശിശുപരിപാലനവും ഒക്കെ ആർക്കാണ്? സ്ത്രീകൾക്കാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ്സിലാണ് ഇത് ഇവിടെ വരുന്നത്. Moreover, a large number of women from the lower strata of society worked with or without wages in domestic sphere as well as productive field. But historians have hardly paid any attention to record their experiences in history. Uma Chakravarti mentioned that the nationalist historiography mainly dealt with upper caste women, but the women served as laborers remained recognized in historical studies. She initiated a new perspectives by focusing on women's participation in different productive realms. അപ്പോൾ moreover, the number of women in the lower strata with or without wages in domestic sphere, അല്ലേ? വീട്ടിലെ ജോലികൾക്കൊക്കെ കൃത്യമായിട്ട് കൂലി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നത് ആരായിട്ട് വരും? സ്ത്രീകളായിട്ട് വരും, അല്ലേ? ആസ് വെൽ ആസ് ദ പ്രൊഡക്റ്റീവ് ഫീൽഡ്. ബട്ട് ഹിസ്റ്റോറിയൻ ഹാവ് ഹാർഡ്ലി പെയ്ഡ് എനി അറ്റൻഷൻ. ഹാർഡ്ലി മീൻസ് എന്താണ്? കഷ്ടിച്ച് ഒരു അറ്റൻഷനാണ് സ്ത്രീകളുടെ ഈ സർവീസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ടു റെക്കോർഡ് ദെയർ എക്സ്പീരിയൻസസ് ഇൻ ഹിസ്റ്ററി. ഈ ഹിസ്റ്ററിയിലെ അവരുടെ എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് സ്ത്രീകൾക്ക് അത്രയൊന്നും പ്രാധാന്യം ഏർലി ഹിസ്റ്റോറിയൻസ് നൽകിയിരുന്നില്ല. അപ്പോൾ അതായത് വീട്ടിലിരുന്ന് രാപ്പകൽ ജോലി ചെയ്താലും എന്താണ് കൃത്യമായ സാലറി ഒന്നും ഇല്ല. പക്ഷേ നമ്മൾ അതേസമയം പുറത്തു പോയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അപ്പം അതിന് തക്കതായ വേതനം ലഭിക്കുന്നില്ലേ? അപ്പോൾ ആ ഒരു സ്ത്രീകളുടെ അവസ്ഥയെ കുറിച്ചൊന്നും ഹിസ്റ്റോറിയൻസ് ആദ്യ കാലഘട്ടത്തിൽ അത്രയൊന്നും മെൻഷൻ ചെയ്തിരുന്നില്ല. അപ്പോൾ ഉമാ ചക്രവർത്തി മെൻഷൻസ് ദാറ്റ് ദ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി മെയിൻലി ഡീൽറ്റ് വിത്ത് ദ അപ്പർ കാസ്റ്റ് വുമൺ. സമൂഹത്തിലെ മേൽത്തട്ടിലുള്ള സ്ത്രീകളെ കുറിച്ചാണ് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയിലൊക്കെ കുറച്ച് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ദ വുമൺ സെർവ്ഡ് ആസ് laborers remained unrecognized in historical studies. സ്ത്രീകളുടെ തൊഴിലും അവരുടെ ലേബേഴ്സും അവരുടെ വേജും ഒന്നും ഒക്കെ എന്താണ്? അൺറെക്കഗ്നൈസ്ഡ് ആണ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിൽ വരുന്നത്. She initiated a new perspectives by focusing on women's participation in different productive realms. Realms means എന്താണ്? മേഖലകൾ, അല്ലേ? ഇന്ന് അപ്പോൾ വനിതകൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ, ഡിഫറെൻറ്റ് പ്രൊഡക്റ്റീവ് റെലംസ് എന്തൊക്കെയാണ് എന്നുള്ളതിനൊക്കെ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയാൻ ഫോക്കസ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? ഉമാ ചക്രവർത്തി ചെയ്യുന്നത്. ഇന്നത്തെ സ്ഥിതിയൊക്കെ മാറി. ഇന്നിപ്പോൾ വനിതാ സംവരണവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പാർലമെൻറ്റിലൊക്കെ പാസ്സാക്കി. അങ്ങനെ സ്ത്രീകളിൽ നിന്ന് ഒരുപാട് മുന്നേറ്റമാണ്. ഇന്നത്തെ ഈ ഒരു പരിതസ്ഥിതി വെച്ചിട്ട് അല്ല ഇത് ചിന്തിക്കേണ്ടത്. കുറച്ചും കൂടെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടൈം വെച്ചിട്ട് വേണം നമ്മളിത് ചിന്തിക്കാനായിട്ട്. She focuses on different social institutions of ancient India for reviewing women's involvement in the process of social production in a historical frame. Uma Chakravarti had initiated a dual process of stimulating our thinking. നമ്മുടെ തിങ്കിങ്ങിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഡ്യുവൽ പ്രോസസ്സിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അതായത് പൊതുവായിട്ടും അതേപോലെ പെർട്ടിക്കുലറായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഏർലി ഇന്ത്യൻ വുമൻസിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് തരത്തിലാണ് ഈ സ്റ്റിമുലേറ്റിംഗ് തിങ്കിങ് നമ്മളോട് പറയുന്നത്. ഫസ്റ്റ്ലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷീ പ്രസൻസ് ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ. വിമർശനാത്മകപരമായ ഒരു നിരീക്ഷണമാണ് നടത്തുന്നത്. ഫോർമർ സ്കോളർലി റൈറ്റിംഗ്, സ്ത്രീകളെക്കുറിച്ച് ഇതിന് മുമ്പ് എഴുതിയിട്ടുള്ള സ്കോളർലി റൈറ്റിങ്സ് ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ എന്താണ് കോൺട്രിബ്യൂട്ടിങ് ടു ഡെവലപ്പിംഗ് ദി ഹിസ്റ്റോറിയോഗ്രഫി ഓഫ് വുമൻസ് ഹിസ്റ്ററി. വുമൻസ് ഹിസ്റ്ററിയുടെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ എവിടെ? എസ്പെഷ്യലി ഓഫ് ഏർലി ഇന്ത്യ. ആ ഒരു കാര്യമാണ്, ഒരു ക്രിട്ടിക്കൽ ഒബ്സർവേഷനാണ് ആദ്യമായിട്ട് നോക്കുന്നത്. സെക്കൻഡ്ലി നോക്കുന്നത് ഷീ ഫോക്കസസ് ഓൺ ഡിഫറെൻറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആൻഷ്യൻ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അത് വെച്ചിട്ട് റിവ്യൂവിങ് വുമൻസ് ഇൻവോൾവ്മെൻറ്റ്, സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്തിൽ? ഇൻ ദ പ്രോസസ് ഓഫ് സോഷ്യൽ റീപ്രൊഡക്ഷൻ. സാമൂഹികപരമായ എന്താ പറയുക, ഒരു റീപ്രൊഡക്ഷനിൽ ചരിത്രപരമായ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ വുമൺ, അതിനെയാണ് എന്ത് നോക്കുന്നത്? സെക്കൻഡായിട്ട് അവർ നോക്കുന്നത്. Chakravarti observes how the growing necessity for re-evaluating some of the Indian custom and institution. The first generation of Indian scholars incorporated some social and legal questions in their scholarly project for assessing women's position in the contemporary Indian society. Chakravarti is instrumental in laying down the foundation of the historiography of women's history and gender studies in general. അപ്പോൾ ചക്രവർത്തി
observes how with the growing necessity for re-evaluating എന്താ re-evaluating ചെയ്യുക പറഞ്ഞാൽ പുനർവ്യാഖ്യാനം നടത്തുക some of the Indian custom and institutions. The first generation of Indian scholars incorporated some social and legal question in their scholarly project. അതായത് എന്താ ഇതിൽ പറയുന്നത് വെച്ചാൽ ആദ്യ കാലഘട്ടത്തിലെ ഈ സ്ത്രീകളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ റോളിനെ കുറിച്ച് ഇന്ത്യൻ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ സ്ത്രീകളുടെ റോളിനെ കുറിച്ച് അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടും നിയമപരമായിട്ടുമുള്ള അവരുടെ പങ്കിനെ കുറിച്ചൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ഒരു ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സമീപനമായിരുന്നു സ്കോളേഴ്സിൻ്റെ ഇടയിൽ ഈ വുമൻസ് പൊസിഷനെ കുറിച്ച് കണ്ടംപററി ഇന്ത്യൻ സൊസൈറ്റിയിലെ വിമൻസ് പൊസിഷനെ കുറിച്ച് ഒരു ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ചക്രവർത്തി ഈസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ലേയിങ് ഡൗൺ മീൻസ് എന്താണ്, ഒരു ആണിക്കല്ലിടുക അല്ലേ, എന്തിന്, ദ ഫൗണ്ടേഷൻ ഓഫ് ദ ഹിസ്റ്റോറിയോഗ്രാഫി ഓഫ് വുമൻസ് ഹിസ്റ്ററി, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ചരിത്ര രചന ഇടുന്നതിനുള്ളൊരു ഫൗണ്ടേഷൻ സ്റ്റോൺ ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി, ചക്രവർത്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ആൻഡ് ജെൻഡർ സ്റ്റഡീസ് ഇൻ ജനറൽ. ഇൻ ഹെർ ആർട്ടിക്കിൾ ബിയോണ്ട് ദ Oltecerian paradigm towards a new understanding of gender relations of early Indian history, Uma Chakravarti essentially looks at the ideological springboard from which the writing of such history loomed on the horizon. According to her, nationalist urge to highlight the woman's honorable position in the past society stemmed from the desire to ensure the development of a new formed society for the new nation with an ennobled woman in a ഗൈഡഡ് ആൻഡ് ഗിവൺ റോൾ. അപ്പോൾ അവരുടെ ഒരു ആർട്ടിക്കിൾ പറയുന്നുണ്ട്, ബിയോണ്ട് ദ ഓൾട്ടേക്കറിയൻ പാരാഡിഗ്മം ടുവേർഡ്സ് എ ന്യൂ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ജെൻഡർ റിലേഷൻ ഇൻ ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി. അതിൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഉമാ ചക്രവർത്തി എസെൻഷ്യലി ലുക്സ് അറ്റ് ദ ഐഡിയോളജിക്കൽ സ്പ്രിംഗ് ബോർഡ്. ഒരു എന്താ പറയുക, സ്പ്രിംഗ് ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഒരു ഉദ്ഭവസ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രേരക ശക്തി അല്ലേ, ഫ്രം ദ റൈറ്റിംഗ് ഓഫ് സച്ച് ഹിസ്റ്ററി ലൂംഡ് ഓൺ ദ ഹൊറിസോൺ. സ്ത്രീകളെ കുറിച്ചുള്ള ആ ചരിത്ര രചനയുടെ ചക്രവാളം, ഹൊറിസോൺ, അത് ഒന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമീപനമായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഹെർ, ദ നാഷണലിസ്റ്റ് ഏർജ് ടു ഹൈലൈറ്റ് ദ വുമൻസ് ഹോണറബിൾ പൊസിഷൻ. ഇപ്പോൾ നാഷണലിസ്റ്റുകൾ ഈ സ്ത്രീകളുടെ ഹോണറബിൾ പൊസിഷൻ്റെ ആ ഒരു പ്രാതിനിധ്യത്തെക്കുറിച്ചൊക്കെ എന്ത് ചെയ്തു എന്ന് പ്രേരിപ്പിക്കുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻ ദ പാസ്റ്റ് സൊസൈറ്റി സ്റ്റെംഡ് ഫ്രം ടു ഡിസയർ ടു എൻഷുവർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ റിഫോംഡ് സൊസൈറ്റി. അതായത് എൻഷുർ മീൻസ് എന്നാണ്, മേക്ക് ഷുവർ, ഒരു ന്യൂ റിഫോംഡ് സൊസൈറ്റി ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ. വിമൻസിന് ഒരു ഹോണറബിൾ പൊസിഷൻ ഉണ്ട്, അപ്പോൾ ആ പാസ്റ്റ് സൊസൈറ്റിയിൽ തന്നെ അത് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എന്താണ് ഈ ഒരു പുതിയ ഒരു റിഫോംഡ് സൊസൈറ്റി ഉണ്ടാക്കുക. ഫോർ ദ ന്യൂ നേഷൻ വിത്ത് ദ ഇന്നോബിൾഡ് മീൻസ് എന്താണ്, ഗീവ് എ നോബിൾ റാങ്ക് ഓഫ് ടൈറ്റിൽ അല്ലേ, വുമൺ ഇൻ എ ഗൈഡഡ് ആൻഡ് ഗിവൺ റോൾ. അതായത് സ്ത്രീകൾക്ക് ഒരു ഗൈഡഡ് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള റോൾ ഉണ്ട് എന്നതിലേക്ക് എത്തിച്ചേരാൻ അവരുടെ ആർട്ടിക്കിൾ ബിയോണ്ട് ദ ഓൾട്ടേക്കറിയൻ പാരാഡിഗ്മം ടുവേർഡ്സ് എ ന്യൂ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ജെൻഡർ റിലേഷൻ ഇൻ ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിളിലൂടെ അവർക്ക് പറഞ്ഞു വയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. Similarly, making a critic of simplistic following of nationalist frame in Shakuntala Shastri's history writing, Chakravarti referred to the narration to the Gargi Yajnavalkya episode picked up by the former from the Upanishad in order to indicate to currency of the notion of women's right to education in the Vedic society. A tone of the legend actually brings down the role of Gargi with all her expertise and learning, finally emphasizing her subordination under Yajnavalkya as a learner. Chakravarti questioned Shakuntala Ravu Shastri's interpretation of this episode, criticizing her for relegating the issue of gender confrontation and turning to the episode into a romanticized and idealized segment of India's past. So, similarly, making a critic of simplistic following of the nationalist frame in Shakuntala Shastri, the renaissance of girls education in 19th century, അതിനെക്കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ ഗേൾസ് എഡ്യൂക്കേഷന് വേണ്ടി വാദിച്ച ഒരു വ്യക്തിയാണ് ശകുന്തള ശാസ്ത്രി. അപ്പോൾ അവരുടെ ആ ഹിസ്റ്ററി റൈറ്റിങ്ങിനൊക്കെ
ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ ചക്രവർത്തി റെഫേർഡ് ടു ദ നറേഷൻ ഓഫ് ദ ഗാർഗീസ് യാജ്ഞവൽക്യ എപ്പിസോഡ് പിക്ഡ് അപ്പ് ദ ഫോർമർ ഫ്രം ദി ഉപനിഷത്ത്. ഗാർഗി, മൈത്രേയി എന്നൊക്കെ പറയുന്നവർ ആൻഷ്യൻ്റ് കാലഘട്ടത്തിലെ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ വേദത്തിലും തത്വചിന്തയും ഒക്കെ അറിയുന്ന വ്യക്തികളായിരുന്നു അവർ. അതേപോലെ തന്നെ യാജ്ഞവൽക്യ ഈസ് എ ഹിന്ദു വേദിക് സേജ് ഫിഗറിങ് ഇൻ ദ ബൃഹദാരണ്യകോ ഉപനിഷത്തിലൊക്കെ പറയുന്ന വ്യക്തിയാണ് ആര്? യാജ്ഞവൽക്യ. അപ്പോൾ അവരുടെ ആ ഒരു എപ്പിസോഡ് പറയുകയാണ്, പിക്ഡ് ബൈ ദ ഫോർമർ ഫ്രം ദ ഉപനിഷത്ത് ഇൻ ഓർഡർ ടു ഇൻഡിക്കേറ്റ് ദ കറൻസി ഓഫ് ദ നോഷൻ ഓഫ് വുമൻസ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇൻ ദ വേദിക് സൊസൈറ്റി. വേദിക് സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ഒരു നീക്കമുണ്ടായിരുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസം ലഭിച്ച ഒരുപാട് വനിതകളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ദ ടോൺ ഓഫ് ദ ലെജൻഡ് ആക്ച്വലി ബ്രിങ്സ് ഡൗൺ ദ റോൾ ഓഫ് ഗാർഗി with all her expertise and learning, finally emphasizing her subordination under യാജ്ഞവൽക്യ. ഇവിടെയാണ് നമ്മൾ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്നത്. അതായത് യാജ്ഞവൽക്യനെ പോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ് ഗാർഗി. പക്ഷെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗാർഗി വിത്ത് ഓൾ ഹെർ എക്സ്പെർട്ടൈസ് ആൻഡ് ലേണിംഗ് ഫൈനലി എംഫസൈസിങ് ഹെർ സബോർഡിനേഷൻ അണ്ടർ യാജ്ഞവൽക്യ ആസ് എ ലേണർ. അപ്പം ഒരു ലേണർ എന്ന രീതിയിലേക്ക് സ്ഥാനം മാറി വരുന്ന അവരുടെ അവസ്ഥ. അപ്പോൾ ചക്രവർത്തി ക്വസ്റ്റ്യൻ ശകുന്തള റാവു ശാസ്ത്രീസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ എപ്പിസോഡ് ക്രിട്ടിസൈസിങ് ഹെർ ഫോർ റെലിഗേറ്റിംഗ് മീൻസ് നിയോഗിക്കുക ദ ഇഷ്യൂ ഓഫ് ജെൻഡർ കൺഫ്രണ്ടേഷൻ. അതായത് ജെൻഡർ കൺഫ്രണ്ടേഷൻ മീൻസ് എന്താണ്? ഒരു ഏറ്റുമുട്ടൽ അല്ലേ? ആൻഡ് ടേണിംഗ് ദ എപ്പിസോഡ് ഇൻ ടു എ റൊമാൻറ്റിസൈസ്ഡ് ആൻഡ് ദ ഐഡിയലൈസ്ഡ് സെഗ്മെൻറ്റ് ഓഫ് ദ ഇന്ത്യാസ് പാസ്റ്റ്. അപ്പോൾ യാജ്ഞവൽക്യനും ഗാർഗിയും മൈത്രേയും ഒക്കെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സ്ത്രീ പുരുഷൻ്റെ കീഴിലാണോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പുരുഷ മേധാവിത്വമായിരുന്നു ഉണ്ടായിരുന്നത്, അങ്ങനെയുള്ള ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആണ് ഈ ഒരു പാരഗ്രാഫിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണെങ്കിലും വിദ്യാസമ്പന്നരായ ആളുകൾ ഉണ്ടായിരുന്ന ഒരു ആൻഷ്യൻ്റ് കാലഘട്ടത്തിൽ നിന്നും പിന്നെ സമൂഹത്തിൻ്റെ മെല്ലെയുള്ള പരിണാമം ആരംഭിക്കുന്ന സമയത്താണ് അവിടെ ലിംഗ മേധാവിത്വം എന്ന് പറയുന്ന ആ ഒരു ആശയം ശക്തമായിട്ട് മാറുന്നത്.